ഓരോ വധൂരികള്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, വേഗം പോയി കഴിച്ചിട്ട് എന്ത് ഇന്നത്തെ സ്പെഷ്യലാ. അത് ശരി, എന്റെ വിശേഷം വല്ലതും ഉണ്ടാ? ഒന്ന് പോ ഫാസിലിക്കാടും. അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ചല്ലാട്ടാ പറഞ്ഞത്. എന്തുദ്ദേശിച്ച്? നിങ്ങളൊന്നും ഉദ്ദേശിക്കണ്ട, ഒന്ന് പോയേ. വാ കഴിക്കാം. ഒരു ഉദ്ദേശമായിട്ടായിരുന്നു. നടക്ക്. പടച്ചോനെ, ഞാൻ ഈ വീട്ടിൽ എന്ത് പറഞ്ഞാലും കുരിശാകല്ല. നീ എന്താ ഫാസിലിന് കൊടുത്തു വിട്ടത്? ഇന്നത്തെ സ്പെഷ്യല്. സ്പെഷ്യലാ? എന്ത് സ്പെഷ്യല്? എന്തായിരിക്കും ഇന്നത്തെ സ്പെഷ്യല്? നല്ല പുളിച്ച മോരേറിയായിരിക്കും. പിന്നെ പൊളിച്ചൊന്നും അല്ല, കരിമീൻ നല്ല കിഡിലനായിട്ടുണ്ട്. ഓ, എന്തിനാ ഈ കരിമീനൊക്കെ വാങ്ങിച്ചത്? എന്തുമാത്രം വില ഉണ്ട് അതിന്? വല്ല ചാണി വാങ്ങി കറി വെച്ചാ പോരെ? എന്തായിട്ട് ഇങ്ങനെ ചോദിക്കുന്നേ? സർപ്രൈസ് ഒക്കെ മതി. ഞാൻ ശരിക്കും ഞെട്ടി നിക്കുവാ. ഇതിപ്പോ ഞാനാ ഞെട്ടിയത്. എന്തായിട്ട് ഇങ്ങനെ പറയണേ? ഏട്ടനല്ലേ വാങ്ങി കൊടുത്തു വിട്ടേ? ഞാൻ വാങ്ങില്ല. ഏട്ടൻ വാങ്ങാതെയാണോ പിന്നെ അയാൾ ഇവിടെ കൊണ്ട് തന്നത്? ഏട്ടൻ ഉച്ചയ്ക്ക് വരും, നന്നായിട്ട് കറി വെക്കണമെന്നൊക്കെ പ്രത്യേകം പറഞ്ഞു വിട്ടാ. എനിക്കറിയാം, മതി അഭിനയിച്ച്. ആരെന്ന്? ആ മീൻകാരൻ. അപ്പൊ നിങ്ങള് കരിമീൻ വാങ്ങിച്ചിട്ടില്ലേ? ഏട്ടൻ കാര്യമായിട്ട് പറയണോ? ഏട്ടൻ വാങ്ങി കൊടുത്തു വിട്ടില്ലേ? വാങ്ങില്ലാന്ന്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആരാ കരിമീൻ മേടിച്ചു കൊടുത്തു വിട്ട്? ഓ, ഇപ്പൊ പിടികിട്ടി. എന്ത് പിടികിട്ടി? ഞങ്ങൾ ഇന്നൊരു കംപ്ലൈന്റ് തീർക്കാൻ വേണ്ടി ഒരു കക്ഷിയുടെ വീട്ടിൽ പോയി. അങ്ങേര് കരിമീൻ കറി വെച്ചോണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത്. അതൊക്കെ ശരിയാക്കി കഴിഞ്ഞ് ചില്ലറ വല്ലതും കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ നിന്ന് പാസിൽ നന്നായിട്ട് ഇറക്കുകയും ചെയ്തു. പക്ഷെ പൈസ ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പോ കൈക്കൂലി പൈസ ആയിട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് പുള്ളി കരിമീൻ എങ്ങനെ കൊടുത്തായിരിക്കും? അതെങ്ങനെയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കൃത്യമായിട്ട് കൊണ്ട് തന്നെ. അയാൾ എന്നോട് പേര് ചോദിച്ചു, വീട്ടുപേര് ചോദിച്ചു, അഡ്രസ്സ് ചോദിച്ചു. ഞാനെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ആണോ? പിന്നെ അങ്ങനെ കൈക്കൂലിക്ക് വരാൻ കരിമീനൊക്കെ കിട്ടുവേട്ടാ? കിട്ടുവടി, അതല്ലേ ഈ ജോലിയുടെ മഹത്വം. സമ്മതിക്കണം. നീ ആ ഫാസിൽ കൊടുത്തു വിട്ടത് എന്തായാലും ഭംഗിയായി. കാരണം വേലി കൊണ്ട് പോസ്റ്റിന് മുകളിൽ കയറിയതവനാ. അതെ, എങ്ങനെ കറി വെച്ചത് പറ? അത് പിന്നെ ചോദിക്കാനുണ്ടാ? അമ്മ ഇവിടെ ഇരുന്ന് എന്നും പറയില്ലേ, പച്ചക്കുരുമുളക് അരച്ച് പച്ചമുളക് കീറിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റിച്ച്. ചോറെടുക്കടി. കയ്യിൽ കഴിവില്ലല്ലോ, കുഴപ്പമില്ല. പെട്ടെന്ന് ആട്ടെ, വിശന്നിട്ട് അടപ്പളകിക്കുക. ഇതെന്തോടി കണ്ടിട്ടില്ലേ രസം? മറ്റെടുത്തോണ്ട് വാ. ഇത് മറ്റത് നിങ്ങളെ ഞാൻ എന്തെന്നും പറഞ്ഞാ വിട്ടത്? ഇവിടുന്ന് തക്കാളി മേടിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നോ? എന്നിട്ട് ഇപ്പഴല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? എടി, തക്കാളി ഇല്ലെങ്കിൽ എന്ത് നല്ല ഉഗ്ര സാധനം ഞാൻ മേടിച്ചു കൊടുത്തല്ലോ, അത് നീ ഇങ്ങോട്ട് എടുക്ക്. നീ കളിക്കല്ലേ, ആ കരിമീൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. എന്തെന്ന് കരിമീനോ? എവിടുന്ന്? മതി മതി, നിന്റെ അവരൊക്കെ മതി. ഇങ്ങോട്ട് എടുത്തോണ്ട് വാടി. എങ്ങനെ വെച്ചാ നീ അത്? പറ്റിച്ചാണോ? അല്ല, പറ്റിച്ചിട്ട് ഞാൻ തല കുത്തി നിർത്തി അതിനെ. ക്ലീറ്റ് എനിക്ക് ദേഷ്യം വന്നിട്ടാ. എവിടെ കരിമീൻ ഇരിക്കണം? നിങ്ങൾ എനിക്ക് കരിമീൻ മേടിച്ചു തന്നിട്ടാ പോയേ. തങ്കം, നീ തമാശ കളിക്കരുത്, വിശന്നിരിക്കുക മനുഷ്യൻ. ഞാൻ ഇവിടുന്ന് കരിമീൻ എടുത്തു തരാനാ നിങ്ങൾ ഓരോരോ കരിമീനും ഞാൻ വല്ലതും പറയാ. രാവിലെ മീൻകാരന്റെ കയ്യിൽ ഞാൻ കരിമീൻ മേടിച്ചിട്ട് ഇവിടെ തരാൻ പറഞ്ഞല്ലേ. 6 കരിമീൻ 500 രൂപയ്ക്ക് ഞാൻ മേടിച്ച് കൊടുത്തു വിട്ടതാ. എത്ര രൂപയ്ക്ക്? 6 എണ്ണം 500 രൂപയ്ക്ക്. അപ്പൊ ഞാൻ വിശ്വസിച്ചു. 500 രൂപയ്ക്കല്ലേ മേടിച്ചിട്ടുണ്ട്? നീ കളിക്കരുത്. അവൻ ഇവിടെ മീനും കൊണ്ട് വന്നപ്പോ നീ എവിടെയെങ്കിലും വാതിൽ തുറന്നിട്ട് വായി നോക്കാൻ പോയിട്ടുണ്ടാവും. ആ ഉവ്വാ, എനിക്ക് അങ്ങനെ പരപ്പിനിധി കൂടി നടക്കലാണല്ലോ പണി. എനിക്ക് വീട്ടിലിരിക്കണ ഇഷ്ടമല്ലല്ലോ. നീ എന്തോന്ന് ബഹളം? എന്റെ അമ്മ വന്ന് കയറിയപ്പോ മോനെ കരിമീൻ താ കരിമീൻ അത് പറഞ്ഞിട്ട് പെടക്കിയാന്നേ. ചുമ്മാ ഇരടി. അമ്മ, രാവിലെ ഞാൻ പോകുന്ന വഴിക്ക് മീൻകാരൻ നല്ല കരിമീൻ കൊണ്ടുവന്നു. 6 കരിമീൻ ഞാൻ 500 രൂപ എടുത്ത് മേടിച്ചിട്ട് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. അവൻ ഇവിടെ കൊണ്ടുവന്നപ്പോ എവിടെയോ വായി നോക്കാൻ പോയി. അവൻ അതും കൊണ്ട് തിരിച്ചു പോയി. 500 രൂപയ്ക്ക് കരിമീൻ? നീയാ? എന്റെ അമ്മ 500 രൂപ ഞാൻ കൊടുത്ത്. ഇവള് കടയിലൊക്കെ പോകാൻ സാധനം മേടിക്കാൻ തരുന്ന പൈസ കുറച്ച് ഞാൻ അടിച്ചു മാറ്റി 500 രൂപ ഉണ്ടാക്കി വെച്ചിരുന്ന അതിലാ മേടിച്ചത്. ഞാൻ ആഗ്രഹിച്ച് മേടിച്ചതായിരുന്നു. എനിക്കങ്ങോട്ട് വിശ്വസിക്കാനൊക്കുന്നില്ല. ഓ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കൊള്ളാം, എനിക്കല്ലേ സത്യം അറിയാവൂ. കളിക്കരുത് അമ്മ, ഞാൻ ആഗ്രഹിച്ച് മേടിച്ച് കൊടുത്തു വിട്ടേണമ്മ. എന്റെ കരിമീൻ. അയ്യോ, നിനക്ക് ഇത്രയും ആഗ്രഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ 2 കെട്ടം ഞാൻ തരുമായിരുന്നല്ലോ നിനക്ക് കൊണ്ടുവന്ന്. എവിടുന്ന്? അല്ല, അവിടെ നിന്ന് കരിമീനായിരുന്നു. അവിടെ എവിടുന്ന് കരിമീൻ കിട്ടി? അവിടെ എവിടുന്ന് കരിമീൻ കിട്ടാൻ? എന്റെ മോൻ കനകം വാങ്ങിച്ചു കൊടുത്തയച്ചത്. കരിമീൻ? ഓ, എന്താടാ സംഗതി ഇപ്പൊ എനിക്ക് പിടി കിട്ടി.
എടി ഞാൻ കൊടുത്തുവിട്ട കരിമീനുണ്ടല്ലോ, ഈ അവളുണ്ടല്ലോ ഒരുമ്പട്ടവള്, കനകന്റെ ഭാര്യ, അവളത് പിടിച്ച് മേടിച്ച്. നീ ആവശ്യമില്ലാത്തത് പറയരുത് അമ്മ കളിക്കരുത്. ഇല്ല അവളായതുകൊണ്ട് മേടിച്ചിട്ടുണ്ടാവും. അവളെ പൈസ ഇല്ലായിരുന്നെന്ന്. അമ്മച്ചി ഞാൻ പറഞ്ഞല്ലേ പൈസ ഞാൻ കൊടുത്തു. നീ കൊടുത്താൽ കൊടുത്ത്. എന്നാലും മോശമായി പോയമ്മേ. അല്ലാതെ അമ്മ ഇനിയിപ്പോ അവിടെ കറി വെച്ചല്ലോ, ഒരു 2 കഷ്ണവും ചാറും കൊണ്ട് അമ്മ. അതെ, ഞാൻ ഒരു 2 കഷ്ണം ചാറും വച്ചിരുന്നു. പിന്നെ ഈ അവനെ കൊണ്ടാക്കാൻ വരുന്ന അവന്റെ കൂട്ടുകാരനുണ്ട്, എന്താ അവന്റെ പേര്, ഫാസില്. അവൻ വന്നപ്പം അവൻ അത് എടുത്തോട്ട് അവന്റെ ഇട്ട് കൊടുത്ത് അവൻ കൊണ്ടുപോയി. അല്ല അതെ, ഇച്ചിരി ചാറെങ്കിലും തരാതല്ലേ. ഉള്ള കാര്യം ഞാൻ പറയട്ടെ, ഇത്തിരി ചാറുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കഴിച്ചതിന് ശേഷം അവൻ 2 പറ്റ അതിനകത്തോട്ട് പെരട്ടി വാരി അതങ്ങ് തിന്ന്. ഇത്രക്കും പെരട്ടി വാരി തിന്നാനായിട്ട് ഇച്ചിരി ബാക്കി വെക്കാൻ പറ്റില്ലായിരുന്നു അവന്. അവന്റെ സ്വഭാവം നിങ്ങൾക്ക് അവിടെ ഉണ്ട്. എവിടെയുണ്ട്? അവൻ കിടന്ന് ഉറങ്ങുന്നു. ഓഹോ, കണ്ടവന്റെ പൈസക്ക് തിന്നിട്ട് അവൻ അങ്ങനെ അങ്ങ് ഉറങ്ങുമല്ലേ? അല്ല എന്റെ പൊന്നെ, നീ വഴക്കുണ്ടാക്കണ്ട. പിന്നെ അവൻ ഇന്നാണ് സത്യത്തിൽ നല്ലപോലെ ഭക്ഷണം കഴിച്ചത്. ആ ക്ഷീണം കൊണ്ട് അവൻ കിടന്ന് ഉറങ്ങും. കണ്ടവന്റെ കാശിൽ വെച്ച് തിന്നിട്ട് കിടക്കണല്ലേ അവനെ ഞാൻ ഉറക്കാൻ. മരിയമ്മ അങ്ങനെ അവനെ ചോദിച്ചിട്ടല്ലേ ബാക്കി തരാം. ആര് നീയോ? നിനക്കെന്താ പ്രശ്നം? നിനക്കെന്താണ് പ്രശ്നം? നിന്നോട് ഞാൻ ആ പടികാര്യം ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ നീ എന്തിനാ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് കുരയ്ക്കുന്നത്? ഞാനായിട്ട് വന്നതല്ല, നീയായിട്ട് എന്നെ വരുത്തിച്ചതാ. ഞാനായിട്ട് വരുത്തിച്ചതാ? ക്ലീറ്റോ, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഒരു അക്ഷരം മനസ്സിലാവണില്ല. നീ മനുഷ്യൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞോ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. കണ്ടവന്റെ മുതൽ കട്ട് തന്നെ നാണം വേണോടാ. നീ അല്ലടാ കള്ളൻ, നീ അല്ല എന്റെ പെങ്ങളെ അടിച്ചു മാറ്റി കൊണ്ടുപോയാ അല്ലേ? ആണുങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച കരിമീൻ തിന്നിട്ടാവുന്നത് ചിലക്കുന്ന കണ്ടില്ലേ? ആരടാ ആണ്? നീയാണാണ്. കരിമീൻ വാങ്ങിക്കാൻ പറ്റിയൊരു മുതല്. എടാ 10-700 രൂപ കൊടുക്കണം കരിമീന്. നിന്റെ കയ്യിൽ 7 രൂപയുണ്ടാ? 7 രൂപ. ഞാൻ കരിമീൻ തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അധ്വാനിച്ചത്, ഞാൻ പോസ്റ്റിമേ വലിഞ്ഞു കയറിയത്, വെയിൽ കൊണ്ടത്, അതിനുള്ള പ്രതിഫലമാണ് കരിമീൻ. എടാ കനക, നിനക്കത് തെറ്റി. രാവിലെ ഞാൻ ഇല്ലാത്ത 500 രൂപ കൊടുത്ത് മീൻകാരൻ്റെ 6 കരിമീൻ മേടിച്ചിട്ട് എന്റെ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നപ്പോ നിന്റെ ഈ പെണ്ണും പിള്ളേണ്ടല്ലോ മീൻകാരന്റെ കൈയും കൊണ്ടും കാണിച്ച് അടിച്ചു മാറ്റിയതാ ഇവിടെ. ഇത് ആണുങ്ങൾ തമ്മിൽ സംസാരിക്കണം. നീ വെറുതെ കയറി അഭിപ്രായം പറയാൻ ഇപ്പൊ എന്താ കാര്യം എനിക്ക് പിടി കിട്ടി. ഇവിടെ അമ്മ എന്തുണ്ടാക്കി കഴിഞ്ഞാലും അതിന്റെ ഒരു പങ്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന് അങ്ങ് ഊട്ടുമല്ലോ. ഇന്നിവിടെ കരിമീൻ വാങ്ങിച്ചു, അതിന്റെ പങ്ക് നിങ്ങൾക്ക് കിട്ടിയില്ല, അതല്ലേ നിന്റെ ചൊരുക്ക്? ഇവിടെ പങ്കും ചോദിച്ച് ആരും വരാറില്ല. ആ മീൻകാരൻ ഇവിടെ വന്നപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. അപ്പൊ അയാള് പറഞ്ഞു ഇവിടത്തെ സാറ് ഇവിടെ തരണോന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്റെ കൈ കൊണ്ട് തന്നതാ. അവിടെ സാർ ഇവിടുത്തെ ഇവിടെ ഒരു സാറേ ഉള്ളു അടി, നിന്റെ കെട്ടിയുള്ള സാറായിട്ട്. ഈ വീട്ടിലെ സാറ് എന്റെ ഏട്ടൻ തന്നെയാ. അയ്യോ കീറ കാട്ടിട്ട് പോസ്റ്റിനെ ഉണ്ടാക്കരുത്, അവനാണ് സാറ് പോലും. ഇതെന്താ പ്രശ്നം അറിയാവോ? കണ്ട ചെത്തുകാരും മീൻകാരും മുഴുവൻ കണ്ടവനെ മുഴുവൻ സാറേ സാറേ എന്നങ്ങ് വിളിച്ചോണ്ടിരിക്കും. സാറേ എന്ന് വിളിക്കാൻ യോഗ്യത ഉള്ളവനെ വിളിക്കണം, അല്ലാതെ ഈ കോമാളി രാഷ്ട്രീയക്കാരെയും മുഴുവൻ സാറേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. എടാ നിന്നെയൊക്കെ സാറേ എന്ന് വിളിക്കുന്നത് യോഗ്യത കൊണ്ടല്ലടാ, നാട്ടുകാരുടെ നിവർത്തികേട് കണ്ട. കറണ്ട് പോകുമ്പോൾ കറണ്ട് എങ്ങനെയെങ്കിലും വരാൻ വേണ്ടി നിന്നെയൊക്കെ സാറേ എന്ന് വിളിക്കുന്നതാ. അത് നീ യോഗ്യതയായിട്ട് കാണരുത്. കനക, നീ നോക്കിക്കോ, ഇതിന് വിലയുണ്ടെങ്കിൽ, ഇതിന് സത്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ കാസർഗോഡ് തരും. അതിന് വിലയുണ്ടെങ്കിലേ സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടുപിടിക്കാൻ നോക്കും. മന്ത്രിമാരും MLA-മാരും എല്ലാവരും കൂലിപ്പണിക്ക് പോകണമെന്നാണല്ലോ. ഇതേ ഒരു നിലയിലെത്തേണ്ട മനുഷ്യനാ ഭയങ്കര നിലയിലെത്തും. ഈ കണക്കിന് പോയാൽ വലിയ നിലയിലെത്തും. സൈഡ് പിടിക്കുന്നോണ്ടാ ഇങ്ങനെ കുറെ നേരമായാലും എച്ചിക്കണക്ക് പറയാൻ തുടങ്ങിയിട്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങള്? എന്താ എനിക്കറിയില്ല അമ്മ. ഇവിടെ കരിമീൻ വാങ്ങിച്ചൊന്നും പറഞ്ഞിട്ട് വെറുതെ വിഷയം ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. അയ്യോ എടാ, കരിമീൻ വാങ്ങിച്ചാൽ എന്തോന്ന് വിഷയം? എനിക്കറിഞ്ഞൂടാ കാര്യം. അമ്മ കാശ് കൊടുത്ത് മേടിച്ചോ, അതിന്റെ ദണ്ണമുണ്ട്. ഞാന് കാശ് കൊടുത്ത് മേടിച്ച എനിക്ക് ആ പൈസ കിട്ടണം. അമ്മേ, ഇങ്ങേരുടെ കയ്യിൽ ചില്ലി കാശുണ്ടോ കരിമീൻ മേടിക്കാൻ വേണ്ടിട്ട്? എടി കേറി പോടി. ഈ കള്ളൊന്നും പറഞ്ഞ അമ്മ വിശ്വസിക്കൂല. ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട, ഞാൻ പണിയെടുക്കണില്ലേ? കാശുണ്ടപ്പോ നീ പിന്നെ നിങ്ങളെന്താ 500 രൂപയ്ക്കൊക്കെ കരിമീൻ വാങ്ങിച്ചങ്ങനെ തിന്നാൻ പറ്റിയ പാർട്ടിയാണല്ലോ. ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെടാ, ഞങ്ങൾക്ക് ഞങ്ങളെ കാശ് കിട്ടണം. എടാ എച്ചി കണക്ക് പറയണ്ട, നിർത്ത്. എന്താ ചേട്ടടാ, കാശ് കൊടുക്കടാ. എന്നാ പിന്നെ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, 5 പൈസ ഞാൻ കൊടുക്കൂല. എത്ര രൂപയുടെ? 750 രൂപ. നീ നേരത്തെ എന്താ പറഞ്ഞത്? 500 രൂപ എന്നല്ലേ? പിന്നെന്തിനാ 250 രൂപ വാങ്ങിക്കണം? 250 രൂപ കടമുണ്ട്, അവന് ബാക്കി കൊടുക്കണം. അമ്മ ഈ 250 രൂപ ബാക്കി ഞാൻ കടമായിട്ട് വെച്ചിട്ടില്ല, അത് കൊടുക്കണം. കൊടുക്കണോ? 750 രൂപ കൊടുക്കണം. എന്തായാലും നാറിയ കണക്കല്ലേ, കൊടുത്തേരാ 750. കൊടുക്കില്ല അമ്മ, കരിമീന്റെ പേരിൽ 5 പൈസ ഞാൻ കൊടുക്കില്ല. നീ എന്റെ കയ്യിൽ കരിമീന്റെ പൈസ പിരിക്കുമെന്നാണ് അത് കിട്ടുമോ നീ വിചാരിക്കണം? നീ പാട്ട് പോ. അല്ലെങ്കിൽ തന്നെ ആ കരിമീൻ കൊള്ളരുത് ഏട്ടാ. കൊള്ളൂല്ല.
അല്ല എന്തായാലും നീ പഠിച്ച് നക്കില്ലേ അത് പോരാത്തതിന് ചട്ടിക്കകത്ത് ചോറിട്ട് വരവേ തിന്നുകയും ചെയ്തു. എന്നിട്ട് എന്തോന്നാടാ അമ്മ ഇവൻ വാ പൊളിച്ച നുണേ പറയൂ. ഇത് പറയുന്നത് മുഴുവൻ നുണയാണ്. നിർത്തിയാലേ ഇനിയിപ്പൊ എന്തായാലും ഈ വീട്ടിൽ കിടന്ന് ഞാൻ ഏച്ചി കിടക്ക് പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാലോ. നിന്റെ 750 രൂപ ഞാൻ തരാം. അമ്മ പൈസ കൊടുക്കണ്ടമ്മ. ചേട്ടാ നാറിയ കണക്ക് ഇവിടെ കിടന്ന് പറയുന്നതിനേക്കാളും കൊടുത്ത് തീർക്കുന്നതല്ലേ നല്ലത്. പക്ഷെ ഒരു കാര്യമുണ്ട്, 750 രൂപ തരുമ്പം നിന്റെ കരിമീന്റെ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളണം. ഇനി മേലിൽ ഇതിനെ കുറിച്ചൊരു സംസാരം ഇവിടെ ഉണ്ടായി പോകരുത്. പിന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കൊച്ചിനെ കരുതി മാത്രമാണ്. ഒരു 12 വർഷത്തിന് മുമ്പ് നീ ഇവിടെ വന്നത് നിനക്ക് അറിയാമോടാ? ഒരു ദിവസം നീ ഇവിടെ നിന്ന് തിന്നത് 10 പൈസ വെച്ച് കൂട്ടിയാലും ലക്ഷക്കണക്കിന് രൂപ എനിക്ക് തരാനുണ്ട്. അത് ഓർമ്മ വേണം. അമ്മ നിങ്ങൾ എനിക്ക് പൈസ തരാത്തതിൽ വിഷമമില്ല. പിന്നെ പക്ഷെ ഇവിടെ കരിമീൻ മേടിച്ചത് ഞാനാണെന്നുള്ളതാണ് സത്യം. അത് കർത്താവിനും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ആ സത്യം നിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ വിഷമം. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. നല്ല എന്റെ തങ്കം നീ എങ്ങനെ വിശ്വസിക്കോടി? കർത്താവെ ഞാൻ ഇനി ഇത് ആരോട് പറയും?